ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു അത്യുഗ്രൻ വിശേഷത്തിൻ്റെ അടിപൊളി പ്രമോയിലേക്ക് തന്നെ സ്വാഗതം. അങ്ങനെ രാഹുൽ ടെൻഷനോടുകൂടെ നോക്കുക. കിരണും കല്യാണിയും പോയി കഴിഞ്ഞതും രാഹുൽ ആലോചിക്കുകയാണ്, ഒരിക്കലും കിരണിൻ്റെ കൂടെ കല്യാണി ഉണ്ടാകാൻ പാടില്ല, അവളും അവനും ഒന്നിച്ച് ഇവിടെ വരാനും പാടില്ല. ഇനി എങ്ങനെയെങ്കിലും ആ കല്യാണിയെ ഇല്ലാതാക്കിയേ പറ്റൂ. അതിനെന്തെങ്കിലും ഒരു വഴി കണ്ടുപിടിക്കണം. ഈ കിടപ്പ് കിടന്നിട്ടാണെങ്കിലും അത് വളരെ പെട്ടെന്നായിരിക്കണം. കാരണം എൻ്റെ മോളുടെ വയറ്റിൽ ആ കാലൻ്റെ കുഞ്ഞ് വളർന്നു വന്നുകൊണ്ടിരിക്കുക. അതുകൊണ്ട് അതിനു മുമ്പ് തന്നെ ആ കുഞ്ഞിനെ ഇല്ലാതാക്കിയിട്ട് എൻ്റെ കിരൺ മോനെയും സരയും മോളെയും ഒന്നിച്ചേ മതിയാവും എന്നും പറഞ്ഞുകൊണ്ട് ആലോചിക്കുകയാണ്. ഈ സമയം കിരണും കല്യാണിയും വെളിയിലെത്തി. അപ്പോൾ സരയ അവിടെ തന്നെ ഉണ്ടായിരുന്നു. എന്താടി, എൻ്റെ അച്ഛനെ കണ്ട് സന്തോഷിച്ച് ചിരിച്ചിട്ടുള്ള വരവാണോ? അതേടി, നിൻ്റെ അച്ഛൻ്റെ കിടപ്പ് കാണാനേ നല്ല രസമുണ്ട്. ആരെയും ഉപദ്രവിക്കാത്ത കൂട്ടത്തിലുള്ള ആളാണ് ഞാൻ. ആരെയും വേദനിപ്പിക്കുന്നതും എനിക്കിഷ്ടമല്ല. പക്ഷേ നിൻ്റെ അച്ഛൻ ചെയ്തത് വളരെ മോശമായിപ്പോയി. അതുകൊണ്ട് എനിക്ക് നല്ല സങ്കടമുണ്ട്. അങ്ങേര് ഈ കിടപ്പ് കിടക്കുന്നത് കാണാൻ. എത്ര ദുഷ്ടരാണെങ്കിലും അവരൊന്നും എങ്ങനെ അനുഭവിക്കണമെന്ന് എൻ്റെ മനസ്സിലില്ല. പക്ഷേ നിൻ്റെ അച്ഛൻ ചെയ്തതിന് നിൻ്റെ അച്ഛന് ദൈവം കൊടുത്ത ശിക്ഷയായത്. എൻ്റെ അച്ഛനെ ഈ അവസ്ഥയിലാക്കിയതിന് അയാൾ അനുഭവിക്കും. ആ ചന്ദ്രസേനൻ. ഓ ആയിക്കോട്ടെ, ഇതെൻ്റെ അച്ഛൻ്റെ മുമ്പിൽ വെച്ചൊന്ന് പറയാമോ എന്നും ചോദിക്കുകയാണ് കിരൺ. അത് കേട്ടതും, എനിക്കങ്ങനെ പറയാൻ പറ്റില്ലെന്ന് നിനക്കറിയാടാ. അതുകൊണ്ടല്ലേ നീ ഇപ്പം എന്നോട് ഇങ്ങനെയൊക്കെ പറയുന്നത്. എന്നാലും സാരമില്ല. പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം, എൻ്റെ അച്ഛന് ഈ അവസ്ഥ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അധികം വൈകാതെ നിൻ്റെ അച്ഛനും ഇങ്ങനൊരവസ്ഥ ഉണ്ടാവൂടാ. നീ നോക്കിക്കോ കിരണേ. എത്രയും നാള് നിൻ്റെ അച്ഛനെ നീ തലയിൽ ചുമന്നുകൊണ്ട് വെച്ചുകൊണ്ട് നടക്കുമെന്ന് നമുക്ക് കാണാമല്ലോ. എടാ, ഇത്രയും വർഷം നിന്നെ പെറ്റ് വളർത്തി അയാളില്ലാതെ നിന്നെ നോക്കി വലുതാക്കിയതൊക്കെ നിൻ്റെ അമ്മയല്ലേ. എന്നിട്ടും നന്ദിയില്ലാതെ തന്തയെ കണ്ടപ്പോൾ അങ്ങോട്ട് പോയിരിക്കുക. ഡി എനിക്കറിയാം ആരാ നല്ലത്, നിൻ്റെ അച്ഛൻ്റെ ഭാഗത്താണോ ശരി, എൻ്റെ അമ്മയുടെ ഭാഗത്താണോ ശരി എന്നൊക്കെ എനിക്ക് മനസ്സിലായിട്ടുണ്ട്. പക്ഷേ നീ ഇവിടെ എന്നെ കൂടുതൽ ഉപദേശിക്കാൻ നിന്നാലേ പല സത്യങ്ങളും എനിക്ക് തുറന്നു പറയേണ്ടത്. അയ്യോ കിരൺ സാർ പോയിക്കോ, എന്തിനാ ഇവിടെ നിന്ന് ബുദ്ധിമുട്ടുന്നേ? ഞാൻ പോവുകടാ. അല്ലെങ്കിലും ഞാൻ ഇവിടെ നിന്ന് നിൻ്റെ കാര്യങ്ങളൊന്നും വിളിച്ചു പറയാൻ വേണ്ടി വന്നതല്ല. അത് കേട്ടതും സരയും മനോഹരനൊന്ന് നോക്കുക. മനുവേട്ടൻ്റെ കാര്യങ്ങളോ? എന്താ എൻ്റെ മനുവേട്ടനെ കുറിച്ച് നിനക്ക് കുറ്റം പറയാനുള്ളത്? എന്നാൽ ഞാൻ പറയാടാ, എൻ്റെ മനുവേട്ടനെ നിന്നേക്കാൾ യോഗ്യനാ, നിന്നേക്കാൾ 1000 മടങ്ങ് യോഗ്യൻ. ഓ ആയിക്കോട്ടെ, എനിക്കതിലൊരു പ്രശ്നമില്ല. നിന്റെ വിശ്വാസം നിന്നെ രക്ഷിക്കട്ടെ എന്നും പറയുക. അപ്പോൾ കല്യാണി, ഭാഗരനേട്ടാ പോകാം, വെറുതെ ഇവളോടൊക്കെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന എന്തിനാ എന്നും പറഞ്ഞുകൊണ്ട് കല്യാണി വിളിക്കുക. ചെല്ല്, കൂട്ടിക്കൊണ്ടുപോയി വീടിൻ്റെ ഉള്ളിലിരുന്നോ. ഇല്ലെങ്കിലേ ഇനി അടുത്ത പണി പിന്നാലെ വരും. ഇനി അത്ര പെട്ടെന്നൊന്നും നിൻ്റെ അച്ഛൻ എഴുന്നേക്കൊന്നും തോന്നുന്നില്ല. അങ്ങനെ എഴുന്നേറ്റല്ലേ പണി പിന്നാലെ വരുള്ളൂ. എന്തായാലും ഞാനേ നോക്കട്ടെ, പണി പിന്നാലെ വരുന്നുണ്ടെങ്കിലേ അടുത്തത് നിൻ്റെ അച്ഛൻ ജീവിതകാലം മുഴുവൻ ഇങ്ങനെ തന്നെ കിടക്കുന്നത് നിനക്ക് കാണേണ്ടി വരും. പിന്നെ നിൻ്റെ കാര്യങ്ങളൊന്നും സാധിച്ചു തരാനും നിൻ്റെ അച്ഛനും ഉണ്ടാവില്ല. മനസ്സിലായല്ലോ? അത് കേട്ടതും സരയു, ഒന്ന് പോടാ. നീ പോടി. എന്നാൽ ഞാനിപ്പം നിന്നെ ശരിയാക്കി തരാം. നിനക്ക് തല്ലണോ? എന്നാൽ തല്ലടി, ആദ്യം എന്നെ തല്ല്, എന്നിട്ട് കിരണേട്ടൻ്റെ അടുത്തേക്ക് പോവാം എന്ന് പറഞ്ഞ കല്യാണി കൈ ഇങ്ങനെ ചുരുട്ടുക. അത് കണ്ടത് സരയു, ഞാൻ വഴക്കുണ്ടാക്കാനൊന്നും വന്നതല്ല, നിങ്ങൾ പോകാൻ നോക്ക്, വെറുതെ എനിക്ക് വേറെ പണിയുണ്ട്. ഓ നീ ഇവിടെ മലമറിക്കുകയാണോ എന്നും ചോദിക്കുകയാണ്. എന്താ സരേ മോളെ ഇത്, എന്തിനാ ഇങ്ങനെ വഴക്കിടുന്നേ? വീട്ടിൽ കയറി വരുന്നവരോട് ഇങ്ങനെയാണോ വഴക്കിടുന്നത്? ഡാ നീ വലിയ മാന്യനാവൊന്നും വേണ്ട, നീ എങ്ങനെയുള്ള ആളാണെന്ന് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാൻ കേട്ടോ എന്നും കിരൺ പറയാ. കിരൺ സാർ പോയിക്കോ, വെറുതെ എന്തിനാ കിരൺ സാർ ഇങ്ങനെ വഴക്കൂടുന്നേ? ഞാനാണോടാ വഴക്കൂടുന്നത്? നിന്റെ ഭാര്യയല്ലേ, നിന്റെ ഭാര്യ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കിയാൽ നിനക്ക് കൊള്ളാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കിരണും കല്യാണി അങ്ങ് പോവുക. അവർ പോയി കഴുതും. ഷെടാ, എന്നാലും എൻ്റെ മനുവേട്ടാ, അവൻ്റെ മുൻപിൽ ഇത്രയ്ക്ക് താഴ്ന്നു കൊടുക്കേണ്ട വല്ല ആവശ്യമുണ്ടോ? എന്തിനു വേണ്ടിയാ ഇങ്ങനെ പേടിക്കുന്നത്? ആ ചന്ദ്രസേനൻ അയാൾ വന്നാൽ പോലും എൻ്റെ മനുവേട്ടൻ പേടിക്കുകയൊന്നും വേണ്ട. ഇവിടുത്തെ പോലെ തന്നെ മനുവേട്ടന് അമേരിക്കയിലും ഇഷ്ടം പോലെ ആൾക്കാരുള്ളതല്ലേ, അവരെ വെച്ച് ഇയാളുടെ കാര്യം കഴിക്കാൻ പാടില്ലേ, കഥ കഴിക്കാൻ. അത് കേട്ടതും, എൻ്റെ സരയു, നമ്മൾ വിചാരിക്കുന്ന പോലെയൊന്നും അല്ല കാര്യങ്ങൾ. നമ്മൾ ഒരാളെയും കൊല്ലാൻ പാടില്ല, അങ്ങനെ ചിന്തിക്കുക പോലും അരുത്. അവർ വേണമെങ്കിൽ അവർ ചെയ്തോട്ടെ, നമ്മളും അവരെ പോലെ ചെയ്യുകയാണെങ്കിൽ പിന്നെ നമുക്കും അവർക്കും തമ്മിൽ എന്താ വ്യത്യാസം? എനിക്ക് ചെയ്യാൻ അറിയാൻ പാടില്ല എന്നിട്ടൊന്നുമല്ല, പിന്നെ ഞാൻ ചെയ്യാതെ ഒഴിഞ്ഞു മാറുന്നത് എൻ്റെ മോളുവിനെയും എൻ്റെ കുഞ്ഞിനെയും കുറിച്ച് ഓർത്തിട്ടാ. ഞാൻ എന്തെങ്കിലും ചെയ്ത് അവസാനം അത് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമായ എനിക്ക് പിന്നെ ആരോ ഉള്ളേ? അത് മനുവേട്ടൻ പറഞ്ഞ സത്യ ആണല്ലോ. അതുകൊണ്ടാണ് മോളു പരമാവധി ഞാൻ ഒതുങ്ങി പോകുന്നേ. എന്നെ ആര് തല്ലിയാലും ഞാൻ ഒന്നും മിണ്ടാത്തത് അതുകൊണ്ടാണ്. മോളുവിനെയും കുഞ്ഞിനെയും കുറിച്ച് ഓർത്തുള്ള പേടി കൊണ്ട് മാത്രം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സരയുവിനെ അവിടെ സോപ്പിടുക. എൻ്റെ മനുവേട്ടൻ എന്നാലും ഞങ്ങളോട് ഇത്രയ്ക്ക് സ്നേഹമാണോ എന്നും പറഞ്ഞ് സരയു മനുവിൻ്റെ നെഞ്ചത്ത് ചാഞ്ഞ് കെട്ടിപ്പിടിച്ച് നിൽക്കുക.
ഓ ഭാഗ്യം, രക്ഷപ്പെട്ടു എന്നും പറഞ്ഞുകൊണ്ട് മനോഹറും സരയനെ വിളിച്ചുകൊണ്ട് അകത്തേക്ക് പോയി. ഈ സമയം രാഹുൽ ആകെ ആലോചിച്ച് കിടക്കുക, എന്തെങ്കിലും ചെയ്യണം, അവളെ കൊല്ലണം, അതിനു മുമ്പ് എൻ്റെ മോളുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനെ ഇല്ലാതാക്കണം. രണ്ടും രാക്ഷസ വിത്തുകളാണ്, ആ കല്യാണി എന്ന് പറയുന്നവളും പിന്നെ എൻ്റെ മോളുടെ വയറ്റിൽ കിടക്കുന്ന ആ ജനിക്കാത്ത ആ കുഞ്ഞും എന്നും പറഞ്ഞ് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതേ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ മൂങ്ങയാണ്. മൂങ്ങ കിടന്നതെല്ലാം ഉറക്കുക. ആ സമയത്ത് വീണ്ടും മുഖം മൂടി അണിഞ്ഞ് വരികയാണ് കേട്ടോ ശരണ്യ. പുതുമഴയായി പാട്ടൊക്കെ പാടിയിട്ട് പെട്ടെന്ന് മൂങ്ങ ചാടി എഴുന്നേറ്റു. എൻ്റെ അമ്മേ എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ പ്രകാശൻ എന്താ അമ്മേ, ഇന്ന് അമ്മയുടെ പ്രശ്നം എന്താ? എടാ മക്കളെ, ഞാൻ ഇന്നും കണ്ടടാ, ദേ ആ ജനലിലൂടെ നോക്ക്, ഞാൻ വാതിൽ തുറന്നില്ല, അതുകൊണ്ട് രക്ഷപ്പെട്ടു. വാതിൽ തുറന്നിരുന്നെങ്കിൽ തീർന്നു അതോടുകൂടെ എല്ലാം. ദേ നോക്ക് മോനെ, നീ നോക്ക്, അവിടെ എങ്ങും ആരുമില്ലല്ലോ. പിന്നെ ഞാൻ മാത്രം കാണുന്ന എന്താടാ? അതെനിക്കെങ്ങനെ അറിയാം? അമ്മയുടെ കയ്യിൽ ഞാൻ അമ്പലത്തിൽ നിന്ന് കൊണ്ടുവന്ന് ചരട് കെട്ടിത്തന്നല്ലേ, എന്നിട്ട് അമ്മ എന്തിനെങ്ങനെ പേടിക്കുന്നേ? ഞാൻ പേടിക്കുന്നതല്ലടാ, ഞാൻ കണ്ടു, എൻ്റെ ഈ 2 കണ്ണുകൊണ്ടും കണ്ടതാ, ഞാൻ നുണയല്ല പറയുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് മൂങ്ങ. അമ്മേ, എനിക്ക് തോന്നുന്നു ഇത് മനഃപൂർവ്വം ആരോ നമുക്കിട്ട് പണി തരുന്നതെന്നാ. മനഃപൂർവ്വം ആര് നമുക്കിട്ട് പണി തരും? ഇത് ചിലപ്പോൾ അവളായിരിക്കും, ആ ശരണ്യ, നമ്മുടെ മരുമോളെന്ന് പറയുന്നവള്. അവളെ നമ്മളിവിടെ നിന്ന് ഓടിക്കാൻ വേണ്ടി ചെയ്യുന്നതായിരിക്കും. നമ്മളിവിടെ വന്നപ്പോൾ സ്നേഹത്തോടെ അച്ഛനും അമ്മയും ഇവിടെ നിന്നോട്ടെ നമ്മൾ പറഞ്ഞെങ്കിലും അവളുടെ മുഖഭാവം ഞാൻ ശ്രദ്ധിച്ചായിരുന്നു. നമ്മളിവിടെ നിൽക്കുന്നൊന്നും അവൾക്ക് ഇഷ്ടമല്ല. അതുകൊണ്ട് നമ്മളിവിടെ നിന്ന് എങ്ങനെയെങ്കിലും ഓടിക്കണം, അതാണ് അവളുടെ ലക്ഷ്യം. ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും അവൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. അങ്ങനെയൊക്കെ ചെയ്യോടാ? അതെ അമ്മേ, അങ്ങനെയൊക്കെ ചെയ്യും, പറയാൻ പറ്റില്ല. ചിലപ്പോൾ അവളെ ഒരു മുഖം മൂടി വെച്ച് വെള്ള സാരി എടുത്ത് വന്ന് അമ്മയെ പേടിപ്പിക്കുന്നതാണെങ്കിലോ? അമ്മയെ പേടിപ്പിച്ച അമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ ഞാനിവിടെ നിൽക്കില്ലെന്ന് അവൾക്കറിയാം. അങ്ങനെയാണെങ്കിൽ അവളെ ഞാൻ ശരിയാക്കും. ദേ പ്രകാശ, വേണ്ട, അവളെ തല്ലിയിട്ട് ഇനി വീണ്ടും പോലീസ് സ്റ്റേഷൻ കയറി ഇറങ്ങാൻ എനിക്ക് വയ്യ. ഞാൻ അവിടെ വന്ന് നിന്ന് കാണേണ്ടി വരും നിന്നെ അവരിട്ട് പെരുമാറുന്നത്, നിന്നെ അവർ തല്ലിച്ചതയ്ക്കുന്നത്. നിന്റെ മർമ്മം മുഴുവൻ അവർ ഇടിച്ച് കലക്കുമ്പോൾ നോക്കി നിൽക്കാനല്ലാതെ എനിക്ക് വല്ലതും ചെയ്യാൻ പറ്റിയോ? അതുകൊണ്ട് ഇനിയിപ്പോൾ അവളുടെ മേലെ ഒന്നും ചെയ്യണ്ട. നമ്മളിവിടെ നിൽക്കുന്നത് അവൾക്ക് ഇഷ്ടമല്ലെങ്കിൽ നമുക്ക് എങ്ങോട്ടെങ്കിലും പോകാടാ മോനെ. നമ്മളെങ്ങോട്ട് പോകുമേ? തിരിച്ച് രതീഷിൻ്റെയും കാദംബരിയുടെ അടുത്തേക്ക് ചെന്നാൽ അവർ നമ്മളെ നോക്കുമെന്ന് അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ? അവർ നോക്കില്ല, പക്ഷെ കരഞ്ഞു പറഞ്ഞാൽ ഉറപ്പായിട്ടും രതീഷ് മോൻ കേൾക്കും. അവന് കുറച്ച് മനസാക്ഷിയുണ്ട്. പിന്നെ അവന് മനസാക്ഷി. ഒന്നും മിണ്ടാതിരിയമ്മേ, അമ്മ കിടന്നുറങ്ങാൻ നോക്ക്. ഇനിയല്ല അവൾ വന്നാലും അമ്മ പേടിക്കണ്ട എന്നും പറഞ്ഞുകൊണ്ട് പ്രകാശൻ പൊച്ചു മുടി കിടക്കുക. ഇവിടുന്ന് പോയാൽ എങ്ങോട്ട് പോകുമെന്ന് ആലോചിച്ചിരിക്കുമ്പോഴാണ് അമ്മയുടെ ഒരു പോണം വീണ്ടും പോകാൻ അവൻ്റെ അടുത്തേക്ക്. അവൻ്റെ വായിലിരിക്കുന്ന മുഴുവനും കേൾക്കാൻ, അവൻ പറയുന്ന വാക്കുകളെല്ലാം കേട്ടുകൊണ്ട് ഇരിക്കാനും വയ്യ. ഈശ്വര, ഇനിയിപ്പോൾ എന്താ ചെയ്യുക? ചെകുത്താനും കടലിനെ നടുക്കുവിട്ട അവസ്ഥയായല്ലോ എന്നും പറഞ്ഞുകൊണ്ട് പ്രകാശനും മൂങ്ങയും കിടന്നുറങ്ങുക. ഇതേ സമയം പിന്നീട് കല്യാണിയെയും കിരണിനെയാണ് കാണിക്കുന്നത്. അച്ഛനും അമ്മയും ഒന്നിച്ചോ എന്നുള്ള ടെൻഷൻ കിരൺ ഇങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കുക. അപ്പോൾ എന്തിനാ കിരണേട്ട ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നേ? അല്ല കല്യാണി, ഞാൻ ആലോചിക്കുമായിരുന്നു, എൻ്റെ അച്ഛനും അമ്മയും കല്യാണം കഴിഞ്ഞ് 7 വർഷം മാത്രമേ ഒന്നിച്ച് ജീവിച്ചുള്ളൂ. അപ്പോൾ എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും സന്തോഷകരമായ ജീവിതം ഞാനും കണ്ടിട്ടുണ്ട്. എൻ്റെ അച്ഛൻ അമ്മയെ സ്നേഹിച്ചത്, അമ്മ അച്ഛനെ സ്നേഹിച്ചതൊക്കെ ഒരുപാട് നോക്കി നിന്നിട്ടുണ്ട്. ആ പ്രായത്തിൽ എനിക്കൊന്നും മനസ്സിലാവില്ലെങ്കിലും അവരുടെ സ്നേഹം എൻ്റെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട്. പക്ഷേ 7 വർഷം മാത്രമേ അവർക്ക് ഒന്നിച്ച് ജീവിക്കാൻ പറ്റുള്ളൂ കല്യാണി. ഇത്രയ്ക്ക് സ്നേഹിച്ചുകൊണ്ടാണോ ദൈവം അവരെ തമ്മിൽ പിരിച്ചത്? അങ്ങനെ ദൈവത്തെ പഴി പറയൊന്നും വേണ്ട കിരണേട്ടാ. അവർ രണ്ടുപേരും ഒന്നിക്കും. കിരണേട്ടൻ ധൈര്യമായിട്ടിരിക്കേ, എന്തിനാ പേടിക്കുന്നേ? ഇപ്പം തന്നെ അവരേതാണ്ട് ഒന്നിച്ച മട്ടല്ലേ? ആണ്, പക്ഷേ എന്നാലും എനിക്ക് നല്ല ടെൻഷനുണ്ട്. നിനക്കറിയോ കല്യാണി, അന്ന് അങ്കിള് പറഞ്ഞ തെറ്റിദ്ധാരണ മൂലം എൻ്റെ അമ്മ അച്ഛനെ തെറ്റിദ്ധരിച്ച് അച്ഛൻ്റെ മുഖത്തേക്ക് അച്ഛൻ കെട്ടിയ താലി ഊരി വലിച്ചെറിയുമ്പോൾ ഞാൻ അമ്മയുടെ ഒപ്പം തന്നെ ഉണ്ടായിരുന്നു. സങ്കടം സഹിക്കാൻ പറ്റിയില്ല. അമ്മ അത് ചെയ്യാൻ പാടില്ല എന്ന് പറയാൻ പോലും പറ്റാതെ അത് നോക്കി നിൽക്കാൻ മാത്രമേ എന്നെക്കൊണ്ട് കഴിഞ്ഞുള്ളൂ കല്യാണി. പക്ഷേ എന്നാലും ഇപ്പോഴും ആ താലിമാല അച്ഛൻ ഒരു വലിയ നിധി പോലെ സൂക്ഷിച്ചു വെച്ചിരിക്കുക. അതുകൊണ്ട് ആ താലി എങ്ങനെയെങ്കിലും എൻ്റെ അച്ഛൻ അമ്മയുടെ കഴുത്തിൽ കെട്ടിക്കൊടുക്കണം. ആ ഒരാഗ്രഹം എനിക്കുണ്ട് കല്യാണി. അതിനെന്താ പേടിക്കണേ? എത്രയും പെട്ടെന്ന് അത് നടക്കും. അങ്ങനെയുള്ള കാര്യങ്ങളുടെ പോക്ക് എന്നും കല്യാണി പറയുക. എന്നാൽ കുഴപ്പമില്ല, അങ്ങനെ ആയാൽ എനിക്ക് ഒരുപാട് സന്തോഷമാവും. എന്തായാലും നമുക്ക് അച്ഛൻ്റെ അമ്മയുടെയും പിന്നാലെ ഒന്ന് പോകാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർ രണ്ടുപേരും പോകുമ്പോൾ രണ്ടുപേരും അമ്പലത്തിൽ വന്ന് പ്രാർത്ഥിക്കുക.
സി എസും രൂപയും. അപ്പോൾ സി എസ് പ്രാർത്ഥിക്കണം, ഭഗവാനെ എൻ്റെ ഭാര്യയ്ക്കും മക്കൾക്കും എൻ്റെ മോനും ഒന്നും ഒരാപത്ത് സംഭവിക്കരുതേ, എൻ്റെ മരുമോൾക്കും കൂട്ടായിരിക്കണേ. രാഹുൽ എന്ന രാക്ഷസൻ്റെ വലയിൽ എൻ്റെ മോള് ഒരിക്കലും വീഴാൻ പാടില്ല. അവളെ പൊന്നുപോലെ കാത്തോളണേ. ഞങ്ങൾക്ക് കിട്ടിയ ഭാഗ്യമാണ് ഞങ്ങളുടെ മരുമോള്. അതുപോലൊരു മരുമോളെ കിട്ടിയതിന് ഞങ്ങൾ ദൈവത്തിനോട് നന്ദി പറയുക. പക്ഷേ ആ മോളുടെ ജീവൻ അങ്ങയുടെ കയ്യിലാണ്. അവൾക്കൊരാപത്ത് സംഭവിക്കാതെ കാത്തോളണം. രാഹുൽ എന്ന രാക്ഷസൻ അവളുടെ തലയെടുക്കാതെ നോക്കിക്കോണം. അതുപോലെ എനിക്ക് ജീവിക്കണം ഭഗവാനെ. ഒരുപാട് കാലം എൻ്റെ ഭാര്യയോടൊപ്പം ഞാൻ ഒരുപാട് സ്നേഹിച്ച ആളാണ് എൻ്റെ ഭാര്യ. ആ ഭാര്യ എന്നെ തെറ്റിദ്ധരിച്ചു, അതും ആ രാക്ഷസൻ കാരണം. പക്ഷെ ഇപ്പോൾ എല്ലാ തെറ്റിദ്ധാരണയും മാറി ഞങ്ങൾ ഒരുമിച്ചു. എന്നാലും ഈ ജീവിതം ഒരു മനസ്സമാധാനം ഇല്ലാത്ത ജീവിതം. ഇനിയുള്ള അങ്ങോട്ടുള്ള ജീവിതം നല്ല മനസ്സമാധാനമുള്ളൊരു ജീവിതമാകാൻ നീ ഞങ്ങളെ അനുഗ്രഹിക്കണേ ഭഗവാനെ എന്നും പറഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ രൂപയും ഭയങ്കരമായിട്ട് പ്രാർത്ഥിക്കുക. രൂപയുടെ പ്രാർത്ഥന ഏതാണ്ട് അതൊക്കെ തന്നെയാണ്. ഈ സമയം രൂപ കണ്ണുറന്നു. എന്നാൽ നമുക്ക് പോവാം. പെട്ടെന്ന് പോവാൻ രാഹുലേട്ടാ, നമ്മുടെ മോൻ നമ്മളെ ചുറ്റിപ്പറ്റി തന്നെ നടക്കുക, അതുകൊണ്ട് പോയേ പറ്റൂ എന്നും പറഞ്ഞുകൊണ്ട് രണ്ടുപേരും കാറിൽ കയറി പോവുക. അപ്പോൾ കല്യാണി കിരണും അത് കാണുകയാണ്. കല്യാണി, നീ ഇപ്പം തന്നെ അമ്മയെ വിളിച്ചിട്ട് വീട്ടിലേക്ക് വരുന്നുണ്ടെന്ന് പറ. ശരി കിരണേട്ടാ എന്ന് പറഞ്ഞുകൊണ്ട് ഫോൺ വിളിക്കുക. ഹലോ അമ്മേ. എന്താ മോളെ? ദേ അമ്മ എവിടെയുള്ളേ? ഞാൻ ഇവിടെ അമ്പലത്തിലാ മോളെ. അമ്പലത്തിലോ? അയ്യോ, ഞാൻ വീട്ടിലേക്ക് വരാമെന്ന് വിചാരിച്ചതാ. അതിനെന്താ, മോള് വീട്ടിലേക്ക് പോര്, അമ്മ ഇപ്പം തന്നെ അങ്ങോട്ട് വരും. എന്നാൽ ശരി അമ്മേ എന്നും പറഞ്ഞുകൊണ്ട് കല്യാണി വീട്ടിലേക്ക് പോവുക. ഈ സമയം കല്യാണി വീട്ടിലേക്ക് പോയത് രൂപയോ എത്തി. മോളെന്താ പെട്ടെന്ന്? ഒന്നുമില്ലമ്മേ, അങ്കിളുടെ വീട്ടിൽ പോകാൻ അമ്മ പറഞ്ഞായിരുന്നല്ലോ. അങ്കിളെ കണ്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞ കാര്യം വേണ്ടി പറയാൻ വന്നതാ. അത് പറയാൻ വന്നാണോ? ഞാൻ പേടിച്ചു പോയി. എന്തു പറ്റി? മോക്ക് എന്തായാലും വേറെ വല്ല പ്രശ്നമായോന്ന്? എനിക്കെന്ത് പ്രശ്നം? പിന്നെ ആ അങ്കിളുടെ മുഖത്ത് നോക്കി 5-6 വർത്താനം പറഞ്ഞപ്പോൾ എന്തോ മനസ്സിന് വല്ലാത്തൊരാശ്വാസം. അതെന്തായാലും നന്നായി. അയാളുടെ മുഖത്ത് നോക്കി 5-6 വർത്താനമല്ല, അയാളുടെ മുഖത്ത് കരിവാരി തേച്ച് കരണത്തിട്ട് 2 പൊട്ടിക്കുക വേണ്ടത്. എന്ത് ചെയ്യാനമ്മേ, വയസ്സിന് മുതിർന്ന ഒരാളായിപ്പോയി. പിന്നെ അമ്മയുടെ ആങ്ങളെയും അങ്ങനെ ചെയ്യാൻ പറ്റുമോ? ചെയ്യണം മോളെ. അവൻ നല്ലവനായിരുന്നെങ്കിൽ അങ്ങനെയൊന്നും ചെയ്യാൻ ഞാൻ മോളോട് പറയില്ലായിരുന്നു. പക്ഷെ അവനെപ്പോലൊരു ദുഷ്ടൻ ഞാൻ ഈ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ വിശ്വസിച്ചത് അവനെയാണ്, എൻ്റെ ആങ്ങളെ എന്ന നിലയ്ക്ക്. പക്ഷെ അവൻ സ്നേഹിച്ചതും അവൻ കാത്തുരക്ഷിച്ചതും എൻ്റെ സ്വത്തുക്കളെ മാത്രമാണെന്ന് അറിഞ്ഞപ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റിയില്ല മോളെ. അതുകൊണ്ട് എന്തായാലും ഞാൻ അവനോട് ക്ഷമിക്കില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രൂപ നിൽക്കുകയാണ്. അപ്പോൾ അച്ഛനും അമ്മ അമ്പലത്തിൽ പോകാറുണ്ടോ? ഇല്ല. പിന്നെ അച്ഛനും അമ്മയെ ഒരുമിച്ച് അമ്പലത്തിൽ വെച്ച് കണ്ടു എന്നാണ് കിരണേട്ടൻ പറഞ്ഞത്. അത് പിന്നെ ഞാൻ പോകുന്ന സമയവും കാലമൊക്കെ അദ്ദേഹം കുറിച്ചിട്ടിരിക്കുക. ഞാൻ എപ്പോൾ അമ്പലത്തിലെത്തിയാലും അവിടെ അദ്ദേഹം ഉണ്ടാവും. ആണോ? അങ്ങനെയൊക്കെ ദൈവം അത്ഭുതം കാണിക്കുമോ? പിന്നെ ഇതെനിക്കിപ്പോൾ വലിയ അത്ഭുതമായിട്ട് തോന്നിയിരിക്കുക മോളെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരിങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഇതിനേക്കാൾ തകർപ്പൻ വിശേഷമാണ് നടക്കാൻ പോകുന്നത്. എല്ലാവരും കാത്തിരിക്കുക. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ. താങ്ക് യു ഫ്രണ്ട്സ്.